ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ടു ദ വീഡിയോ. ഇന്നിപ്പോൾ സൺഡേ ആണ്. അപ്പോൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്കൊന്ന് ഇറങ്ങി. സമയം 6:30 ആയിട്ടുണ്ട്. സൺഡേ അല്ലേ, അപ്പോൾ നമുക്ക് എന്നാൽ അങ്ങനെ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു. സൺഡേ ആകുമ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. മുറ്റമൊക്കെ നല്ല പുതിർന്ന് കിടക്കുന്നുണ്ട്. വേഗം കിച്ചണിൽ പോയി വെണ്ണൂറൊക്കെ കോരി മാറ്റി നമുക്ക് കടി നീർദോശയാണ്. നീർദോശക്ക് ഗ്രീൻ പീസ് കറി രാത്രി വെച്ചത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ പീസിൻ്റെ കറി വെക്കണ്ട, കറിയുണ്ട്. ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ മോളെ മദ്രസക്ക് പറഞ്ഞേക്കാൻ വിളിച്ചു. ഇന്ന് മദ്രസ ഉണ്ട്, സ്കൂളിലെങ്കിലും. അപ്പോൾ അവളത് റെഡി ആവുന്നുണ്ട്. അങ്ങനെ ദോശ ചുട്ട് വെക്കുന്നുണ്ട്. ഈ ബോട്ടിലുണ്ടോ നമ്മുടെ എണ്ണ ഇതാക്കാൻ, ഈ ബോട്ടിൽ ഞാൻ ശരിയാക്കിയതാട്ടോ. അപ്പോൾ അത് കുട്ടി ബോട്ടിലാണ്, അത് ഞാൻ ലെവലാക്കിയതാണ്. അപ്പോൾ മാവുണ്ട്, അപ്പം ഇങ്ങനെ പരന്നുണ്ട്. അതിനിടയിൽ അവളോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾക്ക് ചായയൊക്കെ കൊടുത്ത് അവളെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചു. അവളിതാ മദ്രസയിലേക്ക് പോവുകയാണ്. മദ്രസ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവൾ ഫ്രണ്ടിൻ്റെ കൂടെയാണ് അവൾ പോകുന്നത്. അവളങ്ങനെ മദ്രസയിലേക്ക് പോയി. അവൾ മദ്രസയിലേക്ക് പോയിട്ടോ. അപ്പോൾ ചെടികളൊക്കെ മഴ പെയ്ത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് നനക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ കുറച്ച് പച്ചക്കറികളും കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ചെടികളുമാണല്ലോ. അപ്പോൾ ഞാൻ വേഗം ചായ കുടിച്ച് മൗന് ചായ കൊടുക്കുന്നുണ്ട്. അവന് ചായ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കുടിച്ച് മുറ്റം അടിച്ചു വരാൻ ഇറങ്ങി. മുറ്റം എല്ലാ ദിവസവും അടിക്കാറില്ല, സൺഡേ സാറ്റർഡേ മാത്രമേ അടിക്കാറുള്ളൂ. കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടേ മുറ്റം എപ്പോഴെങ്കിലും അടിച്ചാൽ മതി. എന്ത് ജോലി ഞാൻ ചെയ്യണമെങ്കിലും എൻ്റെ കൂടെ വാലായിട്ട് വരുന്നുണ്ടാവും കേട്ടോ. ഞങ്ങളുണ്ടാകും മുറ്റത്ത് പണിയൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറി റൂം നല്ല മെസ്സിയായി കിടക്കുകയായിരുന്നു. അപ്പോൾ എനിക്കെപ്പോഴും റൂം നീറ്റായി കിടക്കണം. ഹൗസ് വാമിങ് ഇപ്പോഴത്തെ കഴിഞ്ഞതുകൊണ്ട് തന്നെ വീടിന് കബോർഡുകൾക്കൊന്നും ഡോറ് വെച്ചിട്ടില്ല. അപ്പം അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീട് പെട്ടെന്ന് ഹൗസ് അപ്പോൾ ചിക്കൻ ബിരിയാണി വെക്കാനുള്ള പ്രിപ്പറേഷനൊക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഇന്ന് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഞങ്ങൾ ബിരിയാണി വെക്കാറ്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ചിക്കന് അടുപ്പത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ ചിക്കനും ഇതിലേക്ക് ഇട്ടിട്ട് ഞാൻ അടിച്ചു വരാം. കുട്ടികളുള്ള വീടുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണല്ലോ, അടിച്ചു വരാൻ പോയാൽ ആകെ മെസ്സിയായി കിടക്കേക്കാരം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെറുക്കി കൂട്ടി വെച്ചിട്ടേ നമുക്കൊക്കെ അടിച്ചു വരാൻ പറ്റുള്ളൂ. ഇതെല്ലാം ലെവലാക്കി വെച്ചിട്ട് വേണം എനിക്ക് എൻ്റെ ക്ലീനിങ് പരിപാടി തുടങ്ങാൻ. അപ്പോൾ ഒരുവിധം അതൊക്കെ ലെവലാക്കി ഞാൻ അടിച്ചു വാരൽ കഴിഞ്ഞ് ഗസ്റ്റ് വരുമ്പോഴത്തേന് എൻ്റെ എല്ലാ ജോലികളും തീർക്കണം എന്നുള്ളൊരു കൺസെൻറ്റിലാണ് എൻ്റെ വർക്ക് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് അതോടുകൂടി അങ്ങോട്ട് കൈയോടെ തുടച്ചും ഇടാമെന്ന് വിചാരിച്ചു. പാത്രം കഴുകലും കഴിഞ്ഞു. പാത്രം കഴുകൽ കഴിഞ്ഞേക്കിന് വേഗം തുടക്കാനുള്ള സജ്ജീകരണങ്ങളും കൊണ്ട് പോയി തുടച്ചിട്ടു. അവനവിടെ TV കണ്ടിരിക്കുകയാണ്. തുടക്കുന്ന സമയത്ത് ആൾ നിലത്തിറങ്ങില്ല കേട്ടോ, അതൊരു ഉപകാരമാണ്. അപ്പോൾ വേഗം തുടക്കാനുള്ള പരിപാടി നോക്കി. കഴിഞ്ഞിട്ട് വേണം ബിരിയാണി ദമ്മിട്ട് വെക്കാൻ. ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് പോയതുകൊണ്ട് നെയ്ച്ചോറാക്കി വെച്ചിട്ട് ചിക്കനിലേക്ക് തട്ടി ദമ്മിടാനാണ്. അതവിടെ ദമ്മിട്ട് പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് ലെവലാക്കി. അപ്പോൾ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് എൻ്റെ കിച്ചണും വീടൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എൻ്റെ ഗസ്റ്റൊക്കെ വന്നിരുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.